ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അറിയാലോ ഇന്ന് ഓണാണ്, അപ്പം എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഓണം. ഇന്ന് പിന്നെന്താ, ഇവിടെ കുറച്ച് സെലിബ്രേഷനെല്ലാം ഉണ്ട്. അതായത് എൻ്റെ വീട്ടിൽ ഞങ്ങൾ സദ്യയൊക്കെ ആക്കി, പിന്നെ വൈകുന്നേരം ബീച്ചിലും അങ്ങോട്ട് എവിടെയെങ്കിലും പോകണമെന്നെല്ലാം ഉണ്ട്. അപ്പം എന്താ ബാക്കി വിശേഷം കാണട്ടാ. നമ്മൾ ഓണപ്പൂട്ടിന് അച്ഛൻ ഇട്ടാണ് കേട്ടോ. ഞങ്ങൾ എഴുന്നേൽക്കുന്ന കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അച്ഛൻ അറിയുന്നത് പോലെ ഇട്ടതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഇവിടെ എങ്ങോട്ട് നോക്കിയ നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കിയ കൊള്ളാം. പിന്നെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഏകദേശം കുറച്ച് കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഞാൻ കാണിച്ചു തരാം. കുറച്ച് ഐറ്റംസ് റെഡി ആക്കി വെച്ചേട്ടാ. ഇതെന്താ, ബീട്രൂട്ട് പച്ചടി, ഇത് വെള്ളരിക്ക, കുമ്പളങ്ങ പച്ചടി, ഇത് ഓലൻ, നമ്മളെ കുറച്ച് ഐറ്റംസ് ഉണ്ടായി. എന്താ സാമ്പാർ, എനിക്ക് തോന്നുന്നു പായസം ആക്കുന്നത്രേ. അങ്ങനെ ഹാപ്പി ഓണം എന്ന് പറയാം. ഹാപ്പി ഓണം. വാ, അല്ലെങ്കിൽ മുന്താനായിരിക്കും. ഇതൊക്കെ ഇപ്പൊ ഒന്നുമില്ല. ഇവിടെ സാരി പിടിപ്പിക്കുന്ന തിരക്ക് മതി. വാ ബാ, ഓളെ വിളിക്ക, ഫോട്ടോ എടുത്തരാ. അങ്ങോട്ടൊന്നും പോകാൻ കഴിയില്ല. മണി പ്ലാന്റ്. അങ്ങനെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു കഴിഞ്ഞു. അപ്പം ഏതായാലും ഈ ഡ്രസ്സ് ഒന്ന് മാറ്റണം. ഭയങ്കര ചൂട്. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഭയങ്കര ചൂട്, വെയിൽ വന്നു. ഞാൻ എപ്പോഴും ഒരു വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സാണ് എടുക്കല്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഒന്ന് പിന്നെ ചുരിദാർ ഇടാന്ന്. അപ്പം ഞാൻ കോട്ടൺ ചുരിദാറാണ് ഇടുന്നത്. അപ്പം ഇത് മാറ്റിയിട്ട് കോട്ടൺ ചുരിദാർ ഇടാം. അപ്പം നല്ല സുഖം ഉണ്ടാവും, കാരണം അത് ചൂടല്ലേ. അപ്പം ഏതായാലും എനിക്ക് ഈ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് വരാട്ടാ. അങ്ങനെ ഡ്രസ്സെല്ലാം മാറ്റി. ഈ ഡ്രസ്സ് മാറ്റുമ്പോൾ തന്നെ നല്ല സുഖമുണ്ട്, അധികം ചൂട് അനുഭവപ്പെടുന്നില്ല. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഞാൻ അധികം വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സാണ് എടുക്കുക. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായിട്ടും ഇപ്രാവശ്യം ഒരു കോട്ടൺ ചുരിദാർ എടുക്കണമെന്ന്. അപ്പോൾ അങ്ങനെയായിട്ട് ഞാൻ കോട്ടൺ ചുരിദാർ എടുത്തത്. നല്ല രസമുണ്ട് ഇടാൻ തന്നെ. അങ്ങനെ നമുക്ക് ചൂട് അങ്ങനെ മനസ്സിലാവുന്നില്ല. പിന്നെ ഞാനും അമ്മയും നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ ഒരു അമ്മമ്മയും അച്ഛനും ഉണ്ട്. അവർ മുസ്ലിമാണ്. അവർക്ക് സദ്യ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയിട്ടാ. ആ അമ്മമ്മനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം നമ്മളാൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അവിടുന്ന് പിന്നെ അമ്മമ്മ അവരുടെ മോളെ മക്കളെ കാണിച്ചതിന് ഇരട്ടകൾ വന്നിട്ട് എനിക്ക് ഇരട്ടപ്പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നേരെ വീട്ടിലേക്ക് പോയേ. ഉണ്ടാ ഇപ്പം നല്ല വെയിൽ. രാവിലെ എല്ലാം ഭയങ്കര മഴയുണ്ടായത്, പക്ഷെ ഇപ്പം നല്ല വെയിൽ. അയ്യാ, പക്ഷെ വെയിലെത്തി വീഡിയോ എടുക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. വീട് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഗ്ലാസി എഫക്റ്റ്. അപ്പം എന്തായിട്ടും വൈകുന്നേരം ബീച്ചിൽ പോകാനും വിചാരിക്കുന്നുണ്ട്. മഴയാണെങ്കിൽ പണി കിട്ടും, മഴയല്ലെങ്കിൽ നമ്മൾ മൂന്നാളും വണ്ടിയിലാണ് അധികം ബീച്ചിൽ പോവുക. അപ്പം ഇപ്രാവശ്യം അമ്മ അച്ഛനും നമുക്ക് ഒരുമിച്ച് പോവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചിലപ്പം പ്ലാൻ മാറാം. ചിലപ്പോൾ അമ്മ അച്ഛനും ഉണ്ടാവില്ല, നമ്മൾ മൂന്നാളായിരിക്കും. ചിലപ്പം നമ്മൾ എല്ലാവരും ഉണ്ടാവുമായിരിക്കും. അതാ, പക്ഷെ അത് നല്ല രസമുണ്ട് കേട്ടാ. ഇങ്ങോട്ട് നോക്കിയ ഫുൾ കാണിച്ച നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ പായസം കുടിക്കുകയാണ്. ചോറുണ്ടില്ല. അപ്പൊ ഫസ്റ്റ് പായസം ട്രൈ ചെയ്യാന്ന് വെച്ചു. പാലട പായസമേ കൊള്ളാം, സൂപ്പർ. നമ്മൾ ചോറ് വേവിച്ചില്ല, അപ്പൊ ചോറിന് മുന്നേ പായസം ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. വീണക്കല്ലേ ഫോട്ടോ ചോറിട്ട് ഫോട്ടോ അയച്ചത്. നമ്മളിപ്പം പോകുന്നത് ഷൈലാൻ്റെ അടുത്തേക്ക് കേട്ടാ. ആൻറ്റിക്കും അവിടെ ഓണമില്ല, അപ്പം ഞങ്ങൾ സദ്യ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആൻറ്റിനെ അറിയാമല്ലോ, കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒപ്പം ലാസ്റ്റ് വീട്ടിലൊരു പോത്തിനെയും കൊണ്ട് പോകുന്നുണ്ട് കെട്ടാൻ. അതാണ് ആൻറ്റി. ഉണ്ട് അപ്പുറത്ത് അതിലെ കറിക്കോ. അമ്മ അതിലെ കറിക്കോ, അപ്പുറം തുറന്നിട്ടുണ്ടാവും. ശൈലാൻഡി
ഇവിടെ മൾബറി ഉണ്ട് കാണിച്ചത്. ഇത് നമ്മളൊരു ആൻറ്റിക്ക് എടുക്കുന്ന വീടാണ്. അപ്പോൾ അവരുടെ അടുത്തില്ല മൾബറിയാന്ന് കാണിച്ചു തരാം. ഇതിലുണ്ട് 1-2 ഉണ്ട്, ചെറുതായിട്ടിങ്ങനെ പഴുത്ത് വരുന്നതേ ഇല്ല. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്കിഷ്ടാ, എനിക്കിഷ്ടത്. തിന്നാലോ, തിന്നാമല്ലോ. കണ്ടാ, അങ്ങനെ വലിയ കപ്പില്ല, ചെറിയ കപ്പ്. ഇത് പുളിയായിരിക്കും. ഏട്ടാ മതി വാ. ആക്ച്വലി ഇത് നല്ല പുളിയുണ്ട് കേട്ടോ, കാരണം നല്ല ബ്ലാക്ക് ആയിട്ടില്ലല്ലോ, കുറച്ച് റെഡിഷ് ഉണ്ട്. അവിടെ പുളിയുണ്ട് ചെറുതായിട്ട്. അതെ 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 അതെ. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് അതായത് ശശ്വാപനാ അച്ഛനാ. അപ്പോൾ ബേക്കുന്ന കാണുമ്പോൾ ശശ്വാപനെ പോലെ ഉണ്ട്. അപ്പം ഇനി നമുക്ക് അടുത്തത് ചോറുണ്ണണം. ശരിക്കും ഇങ്ങോട്ടേക്ക് ഒരു ചിക്കനും ഇടുവല്ല, സൈഡിൽ ചിക്കൻ ഉണ്ടാവില്ലേ? ആ സദ്യ വെച്ചണ്ടേ ഞാൻ നമ്മളെ പോലത്തെ എടുക്ക്. ശരിയില്ല അങ്ങനെ ഞങ്ങള് ഫുഡെല്ലാം കഴിച്ചു. നിങ്ങൾ ഫുഡ് കഴിച്ചാ ഇനിയിപ്പം കുറച്ച് സമയം ചിലപ്പോൾ ഉറങ്ങും. എന്നിട്ട് ഈവനിങ് നമ്മൾ ബീച്ചിൽ പോകും. അപ്പം നമ്മൾ എന്തായാലും കുറച്ച് സമയം ഉറങ്ങട്ടെ. ഉറങ്ങാൻ വേണ്ടി കിടന്നായിരുന്നു, പക്ഷെ ഉറക്കം വന്നിട്ടുണ്ടായിട്ടില്ല. പിന്നെ ആൻറ്റിയും പാപ്പനെല്ലാം വന്നപ്പം പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് അവരോട് വർത്താനെല്ലാം പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം പിന്നെ അങ്ങനെ സമയം പോയി, അതുകൊണ്ട് ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. നല്ല കളറുണ്ട്, ടേസ്റ്റ് ഉണ്ട്. നോക്കണേ, നല്ല മണമുണ്ട്. നോക്കട്ടെ, എല്ലാവർക്കും കൊടുക്കൂ. ടേസ്റ്റ് ഉണ്ടാ? വേണ്ട, അത് മതി. ഉണ്ട് സദ്യനി അതുണ്ട്. ടേസ്റ്റ് ഉണ്ടാ? അതുണ്ട്. നമ്മുടെ വീട്ടില് നമ്മളെ വീട്ടിൽ പിടിച്ച വത്തക്ക. ടേസ്റ്റ് ഉണ്ടല്ലേ? നമ്മള് വത്തക്ക ഉണ്ടില്ലേ, അതെന്താ വെച്ചാല് കഴിഞ്ഞ വിഷുവിന് വൈകുന്നേരം ഞങ്ങൾ ഈ ഒരു സമയം തന്നെ തോന്നുന്നു ഞങ്ങളെല്ലാവരും വത്തക്ക നിന്നിട്ട് അവിടെ കുരു കളഞ്ഞാന്ന്. അത് തന്നെ മുളച്ച് വന്നു. ഒരെണ്ണം അത് വത്തക്ക കിട്ടിയില്ല, അതിങ്ങനെ പോയിട്ടുണ്ടായി, ഉണങ്ങിപ്പോയി. പക്ഷെ ഇത് പിന്നെ നല്ല വൃത്തിക്കായി, നല്ല ടേസ്റ്റും ഉണ്ട്. ഇങ്ങനെ ഞാൻ വിചാരിച്ച ഇത് കുറച്ചും കൂടി വലുതായിട്ടായിരിക്കും പറിക്കുകയാണ്. പക്ഷെ ഇനി മഴ പെയ്യിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അത് നശിച്ചു പോകും. അതുകൊണ്ട് അമ്മ പറിച്ചത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്, കളർ കണ്ടിട്ടില്ല, നല്ല രസമുണ്ട്. ഓക്കെ, അതുകൊണ്ട് പിന്നെ അതെല്ലാം വത്തക്കൽ നിന്നിട്ട് പിന്നെ നമ്മൾ നേരെ ഞാൻ പറഞ്ഞില്ലേ ബീച്ചിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്താ പറയുക, ചില സാഹചര്യം കാരണം ഞങ്ങളത് ക്യാൻസലാക്കി. അങ്ങനെ ഞങ്ങൾ നേരെ കായൽ തീരെത്തിയിട്ടാ. അവിടെ എത്തിയ ആടും ഋഷിക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഇൻട്രസ്റ്റ് കൂടുതൽ, എനക്കും ഫോട്ടോ എടുത്ത് തന്നെ കേട്ടാ. പിന്നെ അവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി കേട്ടാ, കാരണം നമ്മൾ കായൽ തീരത്തേക്കാ ചായ കുടിക്കാൻ വേണ്ടി വന്നേ. പക്ഷെ ഇവിടെ ഒന്നും കടിയില്ല, ഉണ്ട് പഴംപൊരിയെല്ലാം. നമുക്കിനത് വേണ്ടാത്തതുകൊണ്ട് ഇവൾക്ക് കൂടുതൽ എനക്കും കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് നമ്മൾ അടുത്ത വരുന്ന വഴിക്കൊരു ചായക്കട ഉണ്ട്, അപ്പോൾ അവിടുന്ന് ചായ കുടിക്കും. അപ്പോൾ ഇവിടുന്ന് എപ്പം
പെട്ടെന്ന് ഇറങ്ങണം. പോകാം ഏട്ടാ. ഡേറ്റ് ഡിമായി. ഓക്കെ പോകാം. അങ്ങനെ ഞങ്ങള് സഫാന്റെ തട്ടുകടയിലെത്തി. അങ്ങനെ ഹെവി ആയിട്ട് തിന്നൂല, കാരണം അമ്മയാടെ ഫുഡാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കും. എന്നാ മേടിക്കുന്നു. അപ്പൊ നമ്മൾ ഓർഡർ കൊടുക്കട്ടെ കേട്ടോ. ഓർഡർ ചെയ്ത ഫുഡെല്ലാം വന്നു. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു പിന്നെ പെട്ടെന്ന് വീട്ടിലേക്ക് ഇറങ്ങി കേട്ടോ. ഈ തട്ടുകട നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഓണാഘോഷവും അതുപോലെ ചെറിയ നിമിഷങ്ങളും ഇവിടെ തീരുവാണ് ബ്ലോഗ്. ഇപ്പൊ വന്ന് കയറിയതിൽ ഞങ്ങൾ നല്ല ടൈർഡാണ്. അപ്പം എൻ്റെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഓണം. പിന്നെ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ ടാറ്റാ ബൈ ബൈ.